ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ദോശ ഇഡ്ഡലിയൊക്കെ എത്ര വേണേലും കഴിച്ചു പോകും. ഇത് പുതിന ചേർത്തുള്ള നല്ലൊരു തക്കാളി ചമ്മന്തിയാണ്. ഈ ചമ്മന്തിയിൽ മല്ലിയിലയോ കറിവേപ്പിലയോ ഒന്നും അരയ്ക്കുന്നില്ല. പുതിന എത്ര അളവ് ചേർക്കണമെന്നും എപ്പോൾ ചേർക്കണമെന്നും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, സ്കിപ്പ് ചെയ്യാതെ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരല്പം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർക്കുക. ഇനി തീയെ നല്ലവണ്ണം കുറച്ചിട്ടുകൊണ്ട് എല്ലാ പരിപ്പും ഒരുപോലെ മൂത്ത് കിട്ടണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടാൻ വേണ്ടി തീ കൂട്ടി കൊടുക്കരുത്. അപ്പോൾ ഇതൊക്കെ അത് മൂത്ത് കിട്ടണം. ഇല്ലെങ്കിൽ പുറം ഭാഗം മാത്രമായിട്ട് ബ്രൗൺ ആകും, അകം മൂത്ത് വരില്ല, ടേസ്റ്റും മാറും. ഇത് മൂത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഉഴുന്ന് പരിപ്പ് ശ്രദ്ധിച്ചാൽ മതി, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് എരിവിനായിട്ട് 4-5 വറ്റൽമുളക് ചേർക്കുക. വീണ്ടും അതേ കുറഞ്ഞ തീയിൽ തന്നെ ഒരു 10-15 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും മതി. ഇതിലോട്ട് ഇനി ഉള്ളി ചേർക്കാം. ഞാൻ ചെറുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ഏകദേശം 17-18 എണ്ണോളം ഉണ്ട്. എല്ലാം ഒന്ന് നടുകെ കീറി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 4-5 വെളുത്തുള്ളി കൂടി ചേർക്കുക. ഞാനിതിൽ ഇഞ്ചി അരയ്ക്കുന്നില്ല. ചെറുള്ളിക്ക് പകരമായിട്ട് സവാള വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ഒന്ന് വഴന്ന് വരണ്ട. ആ കളർ ഒന്ന് മാറി കിട്ടുന്ന അളവിൽ വഴറ്റിയെടുക്കണം. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. പരിപ്പ് അടിയിൽ വരുന്നത് കാരണം പരിപ്പ് മാത്രമായിട്ട് മൂത്ത് പോകരുത്. ചെറുള്ളി എടുക്കുന്നെങ്കിൽ ഇതുപോലെ നടുകെ കീറി ഇടുക. പെട്ടെന്ന് വാടി കിട്ടിക്കോളും. മുഴുവനായിട്ട് ഇടുന്നെങ്കിൽ സമയമെടുക്കും കുറച്ച്. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് പരിപ്പ് അങ്ങ് ഓവറായിട്ട് മൂത്ത് പോകും. ഇതൊന്നും അല്ലെങ്കിൽ പരിപ്പ് മൂത്തിട്ട് കോരി മാറ്റിയെടുത്തിട്ട് ബാക്കിയിട്ട് വഴറ്റിയാലും മതി. ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പുതിന ചേർക്കണം. 1 കപ്പോളം പുതിന എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ഇതുകൂടി ചേർക്കുക. അതേ കുറഞ്ഞ തീയിൽ തന്നെ പുതിന നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. പുതിന ഒന്ന് വാടി ഒന്ന് ഒതുങ്ങി വരും, അത്ര മതി. ഒരു 15 സെക്കൻഡിനുള്ളിൽ റെഡിയാകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ചമ്മന്തിയിൽ ഇതുപോലെ തന്നെ വഴറ്റി വേണം ചേർക്കാനായിട്ട്. ഡയറക്റ്റ് പുതിനയില ചേർത്ത് അരച്ചെടുക്കരുത്. പുതിനയുടെ കുത്തുന്ന ടേസ്റ്റൊന്നും ഈ ചമ്മന്തി വരത്തില്ല. പുതിന ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് തക്കാളി ചേർക്കാം. നല്ല പഴുത്ത വലിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. കൂടെ തന്നെ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. എരിവിന് ആവശ്യമുള്ള വറ്റൽമുളകാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. ഈ ചമ്മന്തിക്ക് നല്ലൊരു റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർക്കുക. അത് ടൊമാറ്റോ ചേർത്തതിനോടൊപ്പം തന്നെ ചേർക്കുക. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണ്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോ ഇനിയൊന്ന് വഴറ്റിയെടുക്കണം. ഒത്തിരി ഒന്നും വഴന്ന് വരേണ്ട കാര്യമില്ല. ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ മതിയാകും. ഒരു 2 മിനിറ്റിനുള്ളിൽ വഴന്ന് കിട്ടും. അത്രയും മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റൗണ്ട് ഷേപ്പിൽ പുളിയുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പുളി അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുളി നിർബന്ധമുള്ളവർക്ക് വേണമെങ്കിൽ ഒരല്പം പുളി ഈ സമയത്ത് ചേർത്തിളക്കി മൂടി വയ്ക്കാവുന്നതാണ്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട്. ഒത്തിരി കുഴയേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുമ്പോൾ തന്നെ ഉടഞ്ഞു കിട്ടും. അത്രയും മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒന്ന് നിരത്തിയിടുക. നല്ലവണ്ണം ഒന്ന് തണുക്കട്ടെ. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ അതായത് അടിയിൽ വറ്റൽമുളക് ചേർക്കുക. നന്നായിട്ട് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. വെള്ളം ചേർക്കാതെ ആദ്യമേ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. വെണ്ണ പോലൊന്നും അരച്ചെടുക്കരുത്. അല്പം തരിതരിപ്പായിട്ട് തന്നെ ഈ ചട്നി അരച്ചെടുക്കണം. ഇനി ഇത് കുറച്ചുകൂടി അരഞ്ഞു വരാനായിട്ടുണ്ട്. അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ബാക്കി പിന്നീട് ഒഴിക്കാവുന്നതാണ്. അല്പം തരിതരിപ്പായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കാതെ ഈ ഒരു പരുവത്തിലും കടുക് താളിച്ച് ഉപയോഗിക്കാവുന്നതാണ്.
വഴറ്റി വെച്ചത് നല്ലവണ്ണം ആറിയതിന് ശേഷം അരച്ചെടുക്കുക. അപ്പം രാവിലെ അരച്ചത് വൈകുന്നേരം വരെ കെട്ടുപോകാതെ ഇരുന്നോളും. ചട്നി ചൂടാക്കാറില്ല. തിളപ്പിച്ച് ആർച്ച വെള്ളം ഒഴിച്ച് ചട്നി അരച്ചെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതൊരു 4 പേർക്ക് കഴിക്കാവുന്ന ഒരളവിൽ ചട്നിയാക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി ലൂസും ആക്കി എടുത്തിട്ടില്ല. ഈ ഒരു പരുവത്തിൽ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൽ കടുക് താളിക്കാം. താളിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണയൊഴിച്ച് കടുക്, കറിവേപ്പില, വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അല്പം ഉഴുന്നും പരിപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു കായപ്പൊടി. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം കാശ്മീരി മുളക് പൊടിയോടെ ചേർത്ത് ഇളക്കിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് തരാനും ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.